ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന മേഖലകളിലേക്കും ഞാൻ ജീവിക്കുന്ന തലങ്ങളിലേക്കും എന്നെ ഒരുക്കി വിട്ട എൻ്റെ ഭവനത്തിലേക്കും എൻ്റെ സഭയിലേക്കും ഒക്കെ കടന്നു കയറും. ഞാൻ നിൽക്കുന്ന സ്ഥലത്തെ പറ്റി മറന്നു പോകാനായിട്ട് എനിക്ക് യാതൊരുവിധ സാധ്യതയുമില്ല. നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പരിശുദ്ധിയെ പറ്റി പൂർണ്ണമായിട്ടും എനിക്ക് ബോധ്യമുണ്ടാകും. ഞാൻ കൈകാര്യം ചെയ്യുന്ന വിശുദ്ധ അൾത്താരയെ പറ്റി എനിക്ക് പൂർണ്ണമായി ബോധ്യമുണ്ടാകണം. എൻ്റെ ജീവിതത്തിൻ്റെ ഒരുക്കത്തെ പറ്റി എനിക്ക് പൂർണ്ണമായി ബോധ്യമുണ്ടാകണം. വിശ്വാസത്തിൻ്റെ മേഖലയിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നേക്കാളും ഒരു തരിയെങ്കിലും വിശ്വാസം കൂടുതലുണ്ടെങ്കിൽ തിളങ്ങുന്ന കുർബാന കുപ്പായത്തിൽ ഞാനൊരു പരാജയമാണെന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് 100% വിശ്വാസമുണ്ടെങ്കിൽ എനിക്ക് 150% വിശ്വാസം. നിങ്ങൾക്ക് 200% വിശ്വാസമുണ്ടെങ്കിൽ എനിക്ക് 250% വിശ്വാസം ഉണ്ടായേ പറ്റുള്ളൂ. കാരണം എൻ്റെ കർത്താവ് ഇത്രമേൽ കൃപകളും അനുഗ്രഹങ്ങളും ചൊരിഞ്ഞ് എന്നെ മാറ്റി നിർത്തി എൻ്റെ ബലഹീനതകളിൽ ഞാൻ തളർന്നു വീഴാൻ പോയ സാഹചര്യങ്ങളിൽ താങ്ങി നടത്തി എന്നെ ഇവിടം വരെ എത്തിച്ചിരിക്കുകയാണ്. അവന് വേണ്ടി മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇത്രയേറെ ജനങ്ങളുള്ളതിൽ ഇത്രയും മിനിമം നമ്പർ വൈദികരുള്ളതിൽ ഒരാളായിട്ട് അവൻ എൻ്റെ വിശുദ്ധ അൾത്താരയിൽ കയറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസത്തെ ബലിയർപ്പണത്തിലും വിശ്വാസത്തിൻ്റെ ആഴത്തിലും പൂർണ്ണതയിലും വേണം ഞാനത് അർപ്പിക്കുവാനായിട്ട്. ബാക്കി 30% പേരുടെ വീട്ടിലില്ല. മറ്റ് പല ദേവാലയങ്ങളിലൊക്കെ ധ്യാനങ്ങൾക്ക് നമ്മൾ കൈ ഉയർത്താനൊക്കെ പറയുമ്പോൾ പലപ്പോഴും അത് 30%, 40% കുറയാറുണ്ട്. 60% പേരുടെ വീട്ടിലും സന്ധ്യാപ്രാർത്ഥന ഇല്ല എന്നുള്ളതാണ്. കുരിശു വരയ്ക്കാത്ത ഭവനങ്ങൾ എന്നൊക്കെ നമ്മൾ പറയും. കുരിശു വരയ്ക്കുക എന്ന് വെറുതെ കുരിശു വരയ്ക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് വൈകുന്നേരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള സമയങ്ങൾ തമ്പുരാന് വേണ്ടി മാറ്റിവെക്കുന്ന സമയങ്ങളാണ്. കുരിശു വരച്ച് നമ്മുടെ ജീവിതങ്ങളെ അടയാളപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട വാസമയങ്ങളാണ്. ഏതെങ്കിലുമൊക്കെ ഭവനങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനയുടെ കുറവുണ്ടെങ്കിൽ, ജപമാല ചൊല്ലാത്ത ദിനങ്ങളുണ്ടെങ്കിൽ അത് തുടങ്ങുവാനായിട്ട്, വചനം വായിക്കുന്നത് കൃത്യമായിട്ട് ആരംഭിക്കാനായിട്ട്, നമ്മുടെ മക്കളെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കാനുമായിട്ട് ദിവസത്തിൻ്റെ 24 മണിക്കൂറുകളിലെ കുറച്ച് സമയങ്ങളെങ്കിലും മാറ്റിവെക്കുവാനായിട്ട് ഈശോയുടെ അനുഗ്രഹത്താൽ നമ്മുടെ ഭവനങ്ങൾ, കാരണം ആ പ്രാർത്ഥനകൾ ചൊല്ലപ്പെടുമ്പോൾ, വചനം വായിക്കപ്പെടുമ്പോൾ നമ്മുടെ ഭവനവും അതിനോട് ചേർന്ന അന്തരീക്ഷവും വിശുദ്ധീകരിക്കപ്പെടുക. പെട്ടെന്ന് സർജറി നടത്തണം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അദ്ദേഹം പതിയെ റിക്കവറി ചെയ്ത് വരുന്നുണ്ടായിരുന്നു. ആ വ്യക്തി സിർലിയറിന് എല്ലായിടത്തും ധ്യാന കേന്ദ്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. കൃത്യമായിട്ട് എല്ലാ ആഴ്ചയിലും കുമ്പസാരിക്കുക, കുഞ്ഞുങ്ങളെയും ജീവിത പങ്കാളിയുമൊക്കെ കുമ്പസാരിക്കാനും സന്ധ്യാപ്രാർത്ഥന നടത്താനും ധ്യാനങ്ങൾ കൂടാനും ഒക്കെ കൃത്യമായിട്ട് ഒരുക്കിക്കൊണ്ടിരുന്ന, വിശുദ്ധ ബലിയർപ്പണത്തെ പൂർണ്ണതയോടെ സ്വീകരിച്ചിരുന്ന, പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ ഏറ്റവും ഉന്നതിയിൽ നിന്നിരുന്നൊരു വ്യക്തി, ഒരു ആഗ്രഹത്തോടെ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന, എല്ലാ വേദനകളെയും കൃത്യതയോടെ സ്വീകരിച്ചിരുന്ന ഒരു മനുഷ്യൻ മരിക്കുന്നതിനൊരു 3 ദിവസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി, അധ്യാപികയാണ്, ടീച്ചർ എന്നെ വിളിക്കുന്നുണ്ട് വൈകുന്നേരം. വിശ്വാസത്തെക്കുറിച്ചുമൊക്കെ എന്തുകൊണ്ട് ദൈവം ഞങ്ങളെ കൈവിട്ടു, അങ്ങനെ നിരാശയോടെ സംസാരിക്കുമ്പോൾ അമ്മയോടൊപ്പം അമ്മയിൽ നിന്ന് കൃപകൾ സ്വീകരിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാനായിട്ട്, ഏത് സങ്കടങ്ങൾ വന്നാലും ഏത് ദുഃഖങ്ങൾ വന്നാലും നമുക്ക് ഓടിയെത്തുവാനായിട്ട് അമ്മയുടെ സാന്നിധ്യമുണ്ട് എന്ന്. ഇന്നലെ ചിലപ്പോഴെങ്കിലും നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതെ വരുന്നതിൻ്റെ സങ്കടങ്ങൾ, ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും എനിക്കെന്തേ ഇങ്ങനെ വന്നത് എന്ന ചില ചോദ്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുവാനുള്ള സാധ്യതകൾ. ഇന്നലെ ഞാൻ ഇങ്ങോട്ട് IMS പോരുന്ന കാര്യം വൈകുന്നേരം ഷെയർ ചെയ്തപ്പോൾ, ഇവിടെ ഇതുപോലെ വന്ന് പ്രാർത്ഥിച്ച് കടന്നു പോയിട്ടുള്ള ഒരു വ്യക്തി എന്നോട് ചോദിച്ചതാണ്, ഞങ്ങൾ ഒത്തിരി ആഗ്രഹിച്ച്, പ്രത്യേകിച്ചൊരു കാര്യസാധ്യമൊന്നും ആഗ്രഹിച്ചില്ലെങ്കിലും ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കണമേ, സമാധാനമായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുവാൻ, മറ്റുള്ളവർക്കൊരു അനുഗ്രഹമായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് യാചിച്ചുകൊണ്ട് ഞങ്ങൾ IMS വന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. പറ്റുന്ന ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ പോകാറുണ്ടായിരുന്നു. എന്നിട്ടും ദൈവം എന്തേ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തു? ഞാനിപ്പോൾ അവസാനം എനിക്ക് പ്രത്യേകിച്ചൊരു മറുപടി എനിക്ക് അവരെ വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട്
ഒരു മറുപടി കൊടുക്കാൻ പറ്റിയില്ല. എങ്കിലും ഞാൻ അവസാനം ഒരു മെസ്സേജ് ഞാൻ വായിച്ചുകൊണ്ടിരുന്ന പുസ്തകത്തിൽ നിന്ന് കിട്ടിയ മെസ്സേജാണ്. ഞാനത് ഇങ്ങനെ അവരോട് പറയുകയാണ്, അവർക്ക് അയച്ചു കൊടുക്കുകയാണ്. ദൈവത്തോട് ഇത്രയും നാളും അപേക്ഷിച്ചത്, ഒരു ഓട്ടമത്സരത്തിൽ ഒരു കുഞ്ഞ് ജയിക്കാൻ വേണ്ടി ഒത്തിരിയേറെ പ്രാർത്ഥിക്കുകയാണ്. അടുത്ത ദിവസത്തെ മത്സരത്തിൽ എനിക്ക് ജയം കിട്ടാൻ വേണ്ടി. അവസാനം ഈ കുഞ്ഞിൻ്റെ തോളത്ത് തട്ടി ആശ്വസിപ്പിക്കാൻ വേണ്ടി അമ്മ വരുമ്പോൾ അമ്മ കുഞ്ഞിനോട് പറയുന്നുണ്ട്, മോളെ നീ ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും നിനക്കിത് കിട്ടിയില്ലല്ലോ എന്ന്. അപ്പോൾ ആ കുഞ്ഞ് കൊടുക്കുന്ന മറുപടിയാണ്, ഞാൻ ജയിക്കാൻ വേണ്ടിയല്ല പ്രാർത്ഥിച്ചത്, തോറ്റുപോയാൽ കരയാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ചത്. അപ്പോൾ ഈ വ്യക്തിക്ക് ഞാൻ ഈ മെസ്സേജ് അയച്ചു കൊടുക്കുകയാണ്. തോറ്റുപോയാൽ കരയാ, അപ്പം ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടും കിട്ടിയില്ലല്ലോ, തോറ്റുപോയാൽ കരയാതിരിക്കാനുള്ള ബലം കർത്താവ് തരാൻ വേണ്ടിയാണ് പ്രാർത്ഥിച്ചതെന്ന്. അത് പാലായിൽ തഹസിൽദാരായിരുന്ന സിറിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിൽ ഒരു വർഷമാകാൻ പോവുകയാണ്. അദ്ദേഹം മരണമടയുന്നു, ക്യാൻസർ രോഗബാധിതനായിട്ട്. ഏകദേശം ഒരു വർഷത്തോളം ചികിത്സയിൽ ആയിരുന്നു. 2021 സെപ്റ്റംബർ മാസം 17-ാം തീയതിയാണ് അദ്ദേഹം ഒരു ദിവസം രാവിലെ പത്രം വായിക്കാനൊക്കെ എടുത്തപ്പോൾ ഒരു ഡബിൾ വിഷൻ പോലെ തോന്നുന്നു. അവർ കോട്ടയം കാരിത്താസ് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. വീണ്ടും അവിടെ നിന്ന് ആസ്റ്റർ മെഡിസിറ്റിയിലേക്ക് കൊണ്ടുപോയി. ട്യൂമറായിരുന്നു. അപ്പോൾ പെട്ടെന്ന് സർജറി നടത്തണം, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. സർജറി നടത്തുന്നു. അതിനുശേഷമുള്ള ദിനങ്ങളിൽ അദ്ദേഹം പതിയെ റിക്കവറി ചെയ്ത് വരുന്നുണ്ടായിരുന്നു. ആ വ്യക്തി സിറിലേറിന് എല്ലായിടത്തും ധ്യാന കേന്ദ്രങ്ങളിൽ പോയി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരാളാണ്. കൃത്യമായിട്ട് എല്ലാ ആഴ്ചയിലും കുമ്പസാരിക്കുക, കുഞ്ഞുങ്ങളെയും ജീവിത പങ്കാളിയും ഒക്കെ കുമ്പസാരിക്കാനും സന്ധ്യാപ്രാർത്ഥന നടത്താനും ധ്യാനങ്ങൾ കൂടാനും ഒക്കെ കൃത്യമായിട്ട് ഒരുക്കിക്കൊണ്ടിരുന്ന, വിശുദ്ധ ബലിയർപ്പണത്തെ പൂർണ്ണതയോടെ സ്വീകരിച്ചിരുന്ന, പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയിൽ ഏറ്റവും ഉന്നതിയിൽ നിന്നിരുന്നൊരു വ്യക്തി. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്നും ഒരു മാതൃകയായിരുന്നു, മാർഗമായിരുന്നു. ഒരു ഗവൺമെൻറ് ജോലി ചെയ്യുമ്പോഴും, ഗവൺമെൻറ് ഉദ്യോഗസ്ഥനായിട്ട് തഹസിൽദാരായിട്ട് ജോലി ചെയ്യുമ്പോഴും, പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ കടന്നു പോകാൻ സാധ്യതയുണ്ടായിരുന്നപ്പോഴും വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിച്ചൊരു മനുഷ്യൻ. അദ്ദേഹത്തിൻ്റെ ആശുപത്രി കിടക്കയിൽ സർജറിക്ക് കയറുന്നതിന് മുമ്പ് അദ്ദേഹത്തെ വീഡിയോ കോളിൽ വിളിച്ച് ഒന്ന് പ്രാർത്ഥിക്കാനായിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. എങ്ങനെ ഈ വ്യക്തിയോട് സംസാരിക്കും? ഞാനും വളരെ സങ്കടപ്പെട്ട് നിൽക്കുകയാണ്. അപ്പോൾ സർജറിക്ക് പോകുന്നതിന് മുമ്പ് എങ്ങനെ പ്രാർത്ഥിക്കണം എന്ന് ഇങ്ങനെ വിളിച്ച് ഞാൻ സ്തബ്ധനായിട്ട് നിൽക്കുമ്പോൾ സിറിലേട്ടൻ എന്നെ ഇങ്ങോട്ട് ആശ്വസിപ്പിക്കുകയാണ്. അച്ഛാ, ഈശോയുടെ തിരുശരീര രക്തങ്ങൾ സ്വീകരിച്ച്, ഈശോയുടെ തിരുശരീര രക്തങ്ങളാണ് എൻ്റെ സിരകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുക. എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും എന്ന് കൃത്യമായിട്ട് വ്യക്തമായിട്ട് ഈശോ നമ്മളോട് പറഞ്ഞിട്ടുണ്ടല്ലോ. ആ ഈശോയുടെ തിരുശരീര രക്തങ്ങളല്ലേ എൻ്റെ സിരകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് മറ്റൊന്നും സംഭവിക്കുകയില്ല. വളരെ പ്രസന്നവദനായിട്ട് അദ്ദേഹം സർജറിയെ നേരിടുകയാണ്, ഈ രോഗാവസ്ഥയെ നേരിടുകയാണ്. അദ്ദേഹത്തിൻ്റെ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വിശ്രമിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിട്ട് പറയുക, എനിക്ക് ഈ ധ്യാന കേന്ദ്രങ്ങളിലെല്ലാം പോയി സാക്ഷ്യം പറയണം. തമ്പുരാൻ എനിക്ക് ഈ രോഗാവസ്ഥ മാറ്റിത്തന്നു, തമ്പുരാൻ ഈ രോഗാവസ്ഥ എനിക്ക് മാറ്റിത്തന്നു, തമ്പുരാൻ്റെ ആയിട്ട് എന്നെ സ്വീകരിച്ചു, എന്നെ ചേർത്ത് നിർത്തി എന്നുള്ളത് ഒരു ആഗ്രഹത്തോടെ അങ്ങനെ പ്രാർത്ഥിച്ചിരുന്ന, എല്ലാ വേദനകളെയും കൃത്യതയോടെ സ്വീകരിച്ചിരുന്ന ഒരു മനുഷ്യൻ. മരിക്കുന്നതിനൊരു 3 ദിവസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ ജീവിത പങ്കാളി അധ്യാപികയാണ്. ടീച്ചർ എന്നെ വിളിക്കുന്നുണ്ട് വൈകുന്നേരം, അച്ഛാ ഒന്ന് സംസാരിക്കാനായിട്ട് സമയമുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ ഞാനന്ന് ഓഫീസിൽ നിന്ന് വന്നപ്പോൾ ഒത്തിരി ലേറ്റായി. രാത്രി ഒരു 12 മണിയോട് കൂടിയാണ് സംസാരിക്കാം. ഏകദേശം 2 മണി വരെ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. വീഡിയോ കോളിലൊക്കെ സംസാരിക്കുമ്പോൾ ഈ ടീച്ചർ സങ്കടം കൊണ്ട്, വിഷമം കൊണ്ട്, ചിലപ്പോഴെങ്കിലും വിശ്വാസത്തെക്കുറിച്ചുമൊക്കെ എന്തുകൊണ്ട് ദൈവം ഞങ്ങളെ കൈവിട്ടു, അങ്ങനെ നിരാശയോടെ സംസാരിക്കുമ്പോൾ ഈ മനുഷ്യൻ കൈപൊക്കി ഈ ടീച്ചറിനെ തടയാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. ദൈവം തന്നതാണ്, ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് ഞാൻ സ്വീകരിച്ചതാണ്, ഇത് അനേകർക്ക് അനുഗ്രഹമായിട്ട് മാറാൻ വേണ്ടി തമ്പുരാൻ തന്നൊരു വേദനയാണെന്ന് ബോധ്യത്തോടെ പറയുന്നത്. ഞാനും ഒത്തിരി ആഗ്രഹിച്ചിരുന്നു, ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞുങ്ങളുമൊക്കെ ഉപവസിച്ചൊക്കെ ഒത്തിരി പ്രാർത്ഥിച്ചിരുന്നു ഈ മനുഷ്യന് വേണ്ടി. പക്ഷേ നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം
ഉത്തരം നൽകിയത് മറ്റൊരു രീതിയിലാണ്. കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിൽ അദ്ദേഹം നമ്മെ വിട്ടുപോകുന്നുണ്ട്. ഇന്ന് 1 വർഷം പൂർത്തിയാവുകയാണ് ഈ സെപ്റ്റംബർ മാസം 14-ാം തീയതി ആകുമ്പോഴത്തേനും. എങ്കിലും ഇപ്പോഴും ജീവിത പങ്കാളിയുടെ മനസ്സിൽ ഇതൊരു മുറിവായിട്ട്, വേദനയായിട്ട് കിടക്കുകയാണ്. അപ്പം ഇന്നലെ ഞാൻ ഇങ്ങോട്ട് വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്നോട് വീണ്ടും ചോദിക്കുന്ന ഇതാണ്, ഞങ്ങളും അവിടെ പോയി ഒത്തിരി പ്രാർത്ഥിച്ചതല്ലേ, എന്നിട്ട് എന്തേ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തു? ചില ചോദ്യങ്ങളിൽ തമ്പുരാൻ നമുക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന, ഇന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം അനേകം വേദികളിൽ പലരാൽ ഒത്തിരി വൈദികർ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ബലിയർപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ പറ്റിയും വിശ്വാസത്തെ പറ്റിയും വിശുദ്ധിയെ പറ്റിയൊക്കെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അനേകർക്ക് മാതൃകയായിട്ട് മാറുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ കൊടുത്ത ചെറിയ വേദനകൾ അദ്ദേഹത്തിൻ്റെ ജീവിതം മറ്റുള്ളവർക്കൊരു മാതൃകയാക്കി മാറ്റാം. ചിലവിടത്തൊക്കെ നമുക്ക് ഉത്തരം കിട്ടാതെ പോകുന്നുണ്ട്. അവിടെയാണ് റോമാലേഖനം 9:16, മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാറ്റിൻ്റെയും അടിസ്ഥാനം. ചില യാചനകളുമായിട്ട് ഞാൻ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ എനിക്ക് ആവശ്യമുള്ളത് ആവശ്യമായ സമയത്ത് കൃത്യമായിട്ട് ദൈവം എത്തിച്ചു തരും. ചിലത് ദൈവം ആഗ്രഹിക്കാത്തതാണെങ്കിൽ നമുക്ക് കിട്ടാതെ വരും. അവിടെ നിരാശയും സങ്കടവും അല്ല വേണ്ടത്, വീണ്ടും പ്രതീക്ഷയോടെ പ്രത്യാശയോടുകൂടി ദൈവസന്നിധിയിൽ നിരന്തരം അഭ്യർത്ഥനകളുമായിട്ട് നിൽക്കുക എന്നുള്ളതാണ്. അവിടെ ചിലപ്പോൾ നമ്മുടെ യോഗ്യത കുറവോ, നമ്മുടെ ഒരുക്കക്കുറവോ, നമ്മുടെ വിശ്വാസത്തിൻ്റെ കുറവോ, നമ്മുടെ ബോധ്യത്തിൻ്റെ കുറവോ നമ്മളെ പിന്നോട്ടടിക്കുന്നുണ്ടെങ്കിൽ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ആ അനുഗ്രഹങ്ങൾ ചോദിച്ചു വാങ്ങിക്കാൻ സാധിക്കുമ്പോഴാണ് നമ്മൾ അമ്മയോട് ചേർന്ന് നിൽക്കുന്ന മക്കളായിട്ട് മാറുക. നമ്മളെടുത്ത നോമ്പുകൾ, നമ്മളെടുത്ത ഉപവാസങ്ങൾ, നമ്മൾ ചൊല്ലിയ ജപമാലകൾ അമ്മയോട് ചേർന്ന്, അപ്പം അമ്മയോട് ചേർന്നുള്ള ജീവിതമാണ് നമ്മുടെ. അമ്മയോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. ചിലവിടത്തെങ്കിലും എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടുന്നില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ അമ്മയുടെ സന്നിധിയിൽ മുട്ടിപ്പായിട്ട് പ്രാർത്ഥിക്കുക. അമ്മയോട് തന്നെ അതിനു വേണ്ടിയുള്ളൊരു മറുപടിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ദൈവം കാണിച്ചു തരും ഞാൻ വരുത്തേണ്ട ചില മാറ്റങ്ങൾ, ഞാൻ തിരുത്തേണ്ട ചില പാതകൾ, എൻ്റെ ചിന്തയിൽ, എൻ്റെ പ്രവൃത്തിയിൽ, മറ്റുള്ളവരോടുള്ള എൻ്റെ ഇടപെടലിലൊക്കെ ഞാൻ വരുത്തേണ്ട ചില വ്യത്യാസങ്ങളുണ്ടാവും, ചില വ്യതിയാനങ്ങളുണ്ടാവും. എൻ്റെ ജീവിത പങ്കാളിയോട്, മക്കളോട്, സഹപ്രവർത്തകരോട് ഞാൻ വരുത്തേണ്ട ചില മാറ്റങ്ങൾ, അയൽക്കാരോടുള്ള എൻ്റെ ഇടപെടലിൽ, എൻ്റെ സ്വാർത്ഥമായ ചില ആഗ്രഹങ്ങൾ, ദൈവം ആഗ്രഹിക്കുന്നതിനും ദൈവം പ്ലാൻ ചെയ്യുന്നതിനപ്പുറത്തേക്ക് എൻ്റെ പ്ലാനും പദ്ധതിയും അനുസരിച്ച് മുന്നേറാനുള്ള ചില ശ്രമങ്ങൾ വരുമ്പോഴായിരിക്കും ചിലതൊക്കെ എനിക്ക് നൽകപ്പെടാതെ പോകുന്നു എന്നൊരു തോന്നലുണ്ടാവുന്നത്. അവിടെ പൂർണ്ണമായ ബോധ്യത്തോടെ അമ്മയോട് ചേർന്ന് നിന്നുകൊണ്ട് ചോദിക്കുവാനായിട്ട്, പ്രാർത്ഥിക്കുവാനായിട്ട്, സംശയം കൂടാതെ ചോദിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. ലൂക്കായുടെ സുവിശേഷത്തിൻ്റെ ആദ്യ അധ്യായങ്ങളിൽ നമ്മൾ കണ്ടുമുട്ടുന്നുണ്ട് നീതിയോടുകൂടി, നീതിപൂർവം ജീവിച്ച 2 മനുഷ്യരെ പറ്റി. അവരെ പറ്റി ഇപ്രകാരമാണ് പറയുക. 1-ാം അധ്യായം 6-ാം തിരുവചനത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട് നമ്മൾ, അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. ആരായിരുന്ന 2 വ്യക്തികൾ? സക്കറിയായും ആരൊക്കെയാ? ഉറക്കം വരുന്നവരെല്ലാം വലതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സത്യസന്ധമായിട്ട് മാത്രം നിങ്ങൾ പറയത്തുള്ളൂ എനിക്കറിയാം. ഇനി ഉറക്കം വരാത്തവരെല്ലാം ഇടതുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇനി 2 കരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരൊക്കെയായിരുന്നു 2 വ്യക്തികൾ? സക്കറിയായും എലിസബത്തുമായിരുന്ന 2 വ്യക്തികൾ. അവരെക്കുറിച്ച് വചനം പറയുന്നത് ഇങ്ങനെയാണ്, അവർ ദൈവത്തിൻ്റെ മുമ്പിൽ നീതിനിഷ്ഠരും കർത്താവിൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും കുറ്റമറ്റ വിധം അനുസരിക്കുന്നവരുമായിരുന്നു. എത്രയോ നല്ല മനുഷ്യരായിരുന്നു, എത്രയോ നല്ല മനുഷ്യരാണ്. പക്ഷെ ദൈവത്തിന് പക്ഷപാതമുണ്ടോ എന്നുള്ള ചോദ്യം നമ്മുടെ മനസ്സിൽ കൊണ്ടുവരുന്നതും ഇതേ അധ്യായത്തിൽ തന്നെയാണ്. ദൈവത്തിന് അങ്ങനെ പക്ഷപാതമുണ്ടോ? പിതാവായ ദൈവം എന്നെയും നിങ്ങളെയും അങ്ങനെ മാറ്റി നിർത്തി കാണുന്നുണ്ടോ? ദൈവദൂതന്മാർക്ക് അങ്ങനെയുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇല്ല. എല്ലാവരെയും സമന്മാരായിട്ടാണ് കാണുന്നത്. നമ്മുടെ എല്ലാം പ്രാർത്ഥനകൾക്ക് ഒരേ രീതിയിൽ ഉത്തരങ്ങൾ നൽകുന്നുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മൾ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം വായിക്കുമ്പോൾ
18-ാം തിരുവചനത്തില് സക്കറിയ ദൂതനോട് ചോദിക്കുന്നുണ്ട്, ഇത് എങ്ങനെ സംഭവിക്കും, ഇത് ഞാൻ എങ്ങനെ അറിയും എന്ന്. അപ്പോൾ സക്കറിയായ്ക്ക് ദൈവദൂതൻ കൊടുക്കുന്ന മറുപടി എന്താണ്? എങ്ങനെയാ കൊടുക്കുന്നേ? ദൂതൻ മറുപടി പറഞ്ഞ് വളരെ പരുഷമായിട്ടാ, ഒരു ശിക്ഷയും കൂടെ കൊടുക്കുന്നില്ലേ. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്, നിനക്കത് മനസ്സിലായില്ല, നീ എന്നെ മനസ്സിലാക്കിയില്ല, അതിന് കുറയുവാണ്, നിന്നോട് സംസാരിക്കാൻ ഈ സദ്വാർത്തയൊക്കെ നിന്നെ അറിയിക്കാൻ വിട്ടതാ. പക്ഷേ യഥാകാലം പൂർത്തിയാകേണ്ട എൻ്റെ വചനം നീ സംശയിച്ചത് കൊണ്ട് നീ മൂകനായി തീരും. പക്ഷെ ഇതേ ചോദ്യം അടുത്ത് മറ്റൊരാൾ ചോദിക്കുന്നുണ്ട്. 29-ാം വചനത്തില് ചോദിക്കുമ്പോൾ 34-ാം തിരുവചനത്തിൽ മറിയാം ദൂതനോട് ചോദിക്കുന്നുണ്ട്, ഇതെങ്ങനെ സംഭവിക്കും. അന്നേരം ദൈവദൂതൻ ദേഷ്യപ്പെടുന്നുണ്ടോ? എന്നാ മറുപടി കൊടുക്കുന്നത്? എന്താണ്? നീ മൂകയായി തീരൂ എന്നൊക്കെ പറയുന്നുണ്ടോ? വഴക്ക് പറയുന്നുണ്ടോ? ഇല്ല. പരിശുദ്ധ അമ്മയോട് വളരെ സോഫ്റ്റ് ആയിട്ടാണ് മറുപടി കൊടുക്കുന്നത്. ഞാൻ പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും, ആകയാൽ ജനിക്കുവാൻ പോകുന്ന ശിശു ദൈവത്തിന്റെ പരിശുദ്ധൻ എന്ന് വിളിക്കപ്പെടും. എത്ര ശാന്തമായിട്ട് സുന്ദരമായിട്ടുള്ള മറുപടിയാണ്. ഇത് വായിക്കുമ്പോൾ രണ്ടുപേരോടും ഒരേ നീതിയാണോ കാണിച്ചേ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ? നിങ്ങൾ എത്രയോ നിർമ്മലമായിട്ട് നിഷ്കളങ്കമായിട്ട് ചിന്തിക്കുന്നവരായതുകൊണ്ടാണ് എന്നെ പോലെയുള്ള കുരുട്ടുബുദ്ധികൾക്കാണ് അങ്ങനെ തോന്നുക. എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. കാരണം 90 വയസ്സുള്ള പാവം മനുഷ്യൻ, ആ മനുഷ്യനോട് വളരെ ഗൗരവത്തിലാണ് പറയുക, വളരെ തീഷ്ണതയിലാണ് പറയുക. ഒന്നും പോരാഞ്ഞിട്ട് അവസാനം ഒരു ശിക്ഷയും കൂടി കൊടുക്കുകയാണ്, ഇത് പൂർത്തിയാകുന്നത് വരെ നീ മൂകനായിരിക്കുമെന്ന് പറയുകയാണ്. പക്ഷെ പരിശുദ്ധ അമ്മയോട് വളരെ സോഫ്റ്റായിട്ട് പരിശുദ്ധാത്മാവ് വരും, എല്ലാം ശരിയാകും, ഒന്നും പേടിക്കേണ്ട, എല്ലാം സെറ്റാണ്, എല്ലാം റെഡിയാണ്, എല്ലാം ഒരുക്കി തയ്യാറാക്കി വെച്ചിരിക്കുക എന്ന് പറയുകയാണ്. ഈ രണ്ട് ചോദ്യങ്ങൾക്കും രണ്ട് ഉത്തരങ്ങൾക്കും തമ്മിൽ ഒരു വ്യത്യാസം. നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, നമ്മൾ ഉണർന്നിരിക്കുമ്പോൾ, രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കം നിലവിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, തമ്പുരാന്റെ സന്നിധിയിൽ ധ്യാനം കൂടാനായിട്ട് അണയുമ്പോൾ, ഉപവാസം എടുക്കുമ്പോൾ, ഇതിനെല്ലാം പിന്നിലെ നമ്മുടെ നിയോഗത്തിൻ്റെ തീഷ്ണതയും വിശ്വാസത്തിൻ്റെ ആഴവും ബോധ്യവുമാണ് ദൈവസന്നിധിയിൽ അനുഗ്രഹമുള്ളതാക്കി നമ്മുടെ പ്രാർത്ഥനകളെ മാറ്റുന്നത്. സക്കറിയായുടെ പ്രത്യേകത അനുസരിച്ച് സക്കറിയ ജീവിതകാലം മുഴുവൻ, ഒരു പുരുഷായുസ് മുഴുവൻ സക്കറിയ പ്രാർത്ഥിച്ചതും കാത്തിരുന്നതും എന്തിനു വേണ്ടിയാ? യോഹന്നാൻ എന്ന് പറയുന്ന ഒരു കുഞ്ഞിന് വേണ്ടിയാണോ? അല്ല. സക്കറിയ പ്രാർത്ഥിച്ചതും ആഗ്രഹിച്ചതും കാത്തിരുന്നതും മുഴുവൻ ഈ അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ധൂപാർച്ചന നടത്താൻ വേണ്ടിയിട്ടാണ്. അതിവിശുദ്ധ സ്ഥലത്ത് പ്രവേശിച്ച് ധൂപാർച്ചന നടത്താനുള്ള നറുക്ക് വീഴുന്ന പുണ്യദിനത്തെ സ്വപ്നം കണ്ടുകൊണ്ടാണ് സക്കറിയ കാത്തിരുന്നത്. ജെറുസലേം ദേവാലയത്തിന്റെ ഘടനയനുസരിച്ച് അതിന്റെ ആദ്യത്തെ പടിയിൽ വിജാതീയര് നിൽക്കുന്നുണ്ട്. അവിടെ ദൈവം ഉണ്ടോ? രണ്ടാമത്തെ സ്ഥലത്ത് കച്ചവടക്കാര് നിൽക്കുന്നുണ്ട്. അവിടെ ദൈവം ഉണ്ടോ? മൂന്നാമത് സ്ത്രീജനങ്ങൾ നിൽക്കുന്നുണ്ട്. അവിടെ ദൈവം ഉണ്ടോ? ഇവിടെയൊന്നും ദൈവമില്ല. നാലാമത് പുരുഷന്മാര് നിൽക്കുന്നുണ്ട്. അവിടെ ദൈവം ഉണ്ടോ? ഇല്ല. പുരോഹിതന്മാര് നിൽക്കുകയാണ് അടുത്ത. അവിടെ ദൈവം ഉണ്ടോ? നമ്മൾ ടാഗോറിൻ്റെയൊക്കെ തൂണിലും തുരുമ്പിലും ദൈവമുണ്ടെന്നുള്ള ചിന്താഗതിയിലല്ല ജെറുസലേം ദേവാലയത്തിൽ, യഹൂദ പാരമ്പര്യത്തിൽ ഒരു യഹൂദനോട് നിന്റെ ദൈവം എവിടെയെന്ന് ചോദിച്ചാൽ അവൻ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്ന അതിവിശുദ്ധ സ്ഥലം. നമ്മൾ ദൈവശാസ്ത്രത്തിൽ അല്ലെങ്കിൽ ബൈബിൾ വ്യാഖ്യാനങ്ങളിലേക്ക് കടന്നു ചെല്ലുമ്പോൾ കാണുവാൻ സാധിക്കും, അതിവിശുദ്ധ സ്ഥലത്ത് ധൂപാർച്ചന നടത്താൻ കടന്നു പോകുന്ന പുരോഹിതന്റെ കാലിൽ ചങ്ങല കെട്ടി അകത്തേക്ക് കടണം. അവിടെ വെച്ച് ദൈവദർശനങ്ങളുണ്ടായി ഈ പുരോഹിതൻ വീണാലും ആരും അകത്ത് കയറി എടുക്കുവാനായിട്ടുള്ള സാധ്യതയില്ല, അകത്ത് കയറാനുള്ള അവകാശമില്ല, അകത്ത് കയറാനായിട്ട് നമുക്ക് യോഗ്യതയില്ല. അവിടെ വലിച്ച് പുറത്തേക്ക് എടുക്കാൻ അങ്ങനെ ചെയ്തിരുന്ന, അല്ലെങ്കിൽ അതിവിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനം എന്ന് പറയുന്നത് അത്രമാത്രം ഒരുക്കത്തോടെ ആഗ്രഹത്തോടെ കാത്തിരിക്കുന്നവർക്ക് കിട്ടുന്നു. അങ്ങനെ പ്രാർത്ഥിച്ചൊരുങ്ങി ഒരു പുരുഷായുസ് മുഴുവൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് കാത്തിരുന്ന സക്കറിയായിക്ക് ഇത് കിട്ടുകയാണ്. 18,000 പുരോഹിതന്മാര് അന്ന് ജെറുസലേമിലുണ്ടായിരുന്നതിൽ
ഈ സക്കറിയാനെ തെരഞ്ഞെടുത്ത് ഈ അതിവിശുദ്ധ സ്ഥലത്ത് ധൂപാർച്ചന നടത്താനായിട്ട് കയറ്റിവിട്ട് അവിടെ നിന്നപ്പോൾ സക്കറിയ ഒരു നിമിഷം മറന്നുപോയി താൻ എവിടെയാണ് നിൽക്കുന്നതെന്ന്. താൻ എവിടെയാ നിൽക്കുന്നത് എന്ന് സക്കറിയ ഒരു നിമിഷം മറന്നുപോയി. അവിടെയാണ് സക്കറിയായിക്ക് ദൈവദൂതന്റെ ശകാരം കിട്ടുന്നത്. ഈ പരിശുദ്ധ അമ്മ അവിടെ ജനലഴിയിലൂടെ വന്നിട്ട് ദൈവദൂതൻ എന്ന് പറയുമ്പോൾ അമ്മ അവിടെ എന്തോ ഉടുപ്പ് തുന്നിക്കൊണ്ടിരിക്കുകയോ പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുകയോ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയോ എന്തായാലും സ്വന്തം വീട്ടിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. അവിടെ അമ്മയുടെ ചോദ്യത്തിന് ദൈവദൂതൻ മനോഹരമായ മറുപടി. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം, സക്കറിയ കാത്തിരുന്ന് പ്രാർത്ഥിച്ച് ആഗ്രഹിച്ച് കിട്ടി അതിവിശുദ്ധ സ്ഥലത്തായിരിക്കുമ്പോഴും സംശയിച്ചു പോവുകയാണ്. നമ്മുടെ ആഗ്രഹം, നമുക്കിത് കിട്ടണമെന്ന് നമ്മൾ അത്ര ബോധ്യത്തോടെ ആഗ്രഹത്തോടെ വിശ്വാസത്തോടെയാണ് വന്നിരിക്കുന്നതെങ്കിൽ ഒരല്പം പോലും സംശയം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരികയില്ല. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചോദിക്കുന്നതിന് കൃത്യമായി മറുപടി ദൈവം തരികയും നമ്മളത് പൂർണ്ണമായിട്ടും സ്വീകരിക്കുകയും ചെയ്യും. 2003 ഏകദേശം 5 ലക്ഷത്തോളം പേര് SSLC പരീക്ഷ എഴുതിയിട്ടുണ്ടാവും. അതിൽ നിന്ന് 1000-ഓളം പേര് കേരളത്തിൽ നിന്ന് സെമിനാരികളിലൊക്കെ പോയിട്ടുണ്ടാവും. CMI സഭയിൽ ഏകദേശം 200-ഓളം പേരാണ് സെമിനാരിയിൽ പ്രവേശിച്ചത്. മുത്തോലി മേരി ക്യൂൻസ് മൈനർ സെമിനാരിയിൽ ഞങ്ങൾ 21 പേരാണ്, നല്ല മിടുക്കന്മാരായ 21 പേരാ ചേർന്ന്. മറ്റു 17 പേരും എന്നേക്കാളും സാധ്യതകളുള്ള മിടുക്കന്മാര്, ബാക്കി 20 പേരും. അതിൽ 2017 ഡിസംബർ മാസം 26-ാം തീയതിയും 27-ാം തീയതിയും 28-ാം തീയതിയും 29-ാം തീയതിയുമായി കർത്താവിൻ്റെ വിശുദ്ധ അൽത്താരയിലേക്ക് ഉയർത്തപ്പെട്ടതായ 21 പേരിൽ 4 പേര് മാത്രമാണ്. ആ 17 പേരും ഞങ്ങളെക്കാളും മിടുക്കന്മാരായിരുന്നു, ഞങ്ങളെക്കാളും ബുദ്ധിയുള്ളവരായിരുന്നു, ഞങ്ങളെക്കാളും കഴിവുള്ളവരായിരുന്നു. അവരിൽ നിന്ന് മാറ്റി നിർത്തി. അതല്ലെങ്കിൽ 1000 പേരോളം സെമിനാരിയിൽ വന്നിട്ട് ആ വർഷം മൊത്തം പട്ടം സ്വീകരിച്ചത് 246 പേരാണ്. അത്രയും പേര് പൊഴിഞ്ഞു പോയിട്ട് മിച്ചമുണ്ടായിരുന്ന 246 ഒരാളായിട്ട്, CMI സഭയിലെ 46 വൈദികരിൽ ഒരാളായിട്ട്, കോട്ടയം പ്രൊവിൻസിലെ 4 പേരിൽ ഒരാളായിട്ട് 21 പേര് വന്നു ചേർന്ന് 4 പേരിൽ ഒരാളായിട്ട് എൻ്റെ തമ്പുരാൻ എന്നെ മാറ്റി നിർത്തി എന്നെ വിശുദ്ധ അൽത്താരയിലേക്ക് വിളിച്ചു ചേർക്കുമ്പോൾ 850 കോടി ജനങ്ങൾക്ക് 16 ലക്ഷത്തോളം 4.5 ലക്ഷത്തോളം മാത്രം പുരോഹിതന്മാർ ലോകം മുഴുവനുള്ളപ്പോൾ, 3.5 കോടി ജനങ്ങൾക്ക് ഈ കേരളത്തിൽ 16,000-ഓളം പുരോഹിതന്മാർ മാത്രമുള്ളപ്പോൾ, അവരിൽ ഒരാളായിട്ട് എൻ്റെ തമ്പുരാൻ എന്നെ മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ, അവൻ്റെ തിരുശരീര രക്തങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ എൻ്റെ മനോമുകുരത്തിൽ എവിടെയെങ്കിലും ഒരു ചെറിയ സംശയത്തിൻ്റെ മുനയുണ്ടെങ്കിൽ ഇതെങ്ങനെ സംഭവിക്കുമെന്ന്, ഗോതമ്പപ്പം എങ്ങനെ അവൻ്റെ തിരുശരീരമായി മാറുമെന്ന്, വീഞ്ഞ് എങ്ങനെ അവൻ്റെ തിരുരക്തമായി മാറുമെന്ന് ഒരു ചെറിയ സംശയമെങ്കിലും എൻ്റെ മനോമുകുരത്തിൽ ഉണ്ടായാൽ, സക്കറിയായിക്കുണ്ടായതുപോലെയുള്ള ഈ മൂകത ഞാൻ ശുശ്രൂഷ ചെയ്യുന്ന മേഖലകളിലേക്കും ഞാൻ ജീവിക്കുന്ന തലങ്ങളിലേക്കും എന്നെ ഒരുക്കി വിട്ട എൻ്റെ ഭവനത്തിലേക്കും എൻ്റെ സഭയിലേക്കും ഒക്കെ കടന്നു കയറും. ഞാൻ നിൽക്കുന്ന സ്ഥലത്തെ പറ്റി മറന്നു പോകാനായിട്ട് എനിക്ക് യാതൊരുവിധ സാധ്യതയുമില്ല. നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പരിശുദ്ധിയെ പറ്റി പൂർണ്ണമായിട്ടും എനിക്ക് ബോധ്യമുണ്ടാവണം. ഞാൻ കൈകാര്യം ചെയ്യുന്ന വിശുദ്ധ അൽത്താരയെ പറ്റി എനിക്ക് പൂർണ്ണമായി ബോധ്യമുണ്ടാകണം. എൻ്റെ ജീവിതത്തിൻ്റെ ഒരുക്കത്തെ പറ്റി എനിക്ക് പൂർണ്ണമായി ബോധ്യമുണ്ടാകണം. വിശ്വാസത്തിൻ്റെ മേഖലയിൽ എൻ്റെ മുമ്പിലിരിക്കുന്ന നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്നേക്കാളും ഒരു തരിയെങ്കിലും വിശ്വാസം കൂടുതലുണ്ടെങ്കിൽ തിളങ്ങുന്ന കുർബാന കുപ്പായത്തിൽ ഞാനൊരു പരാജയമാണെന്ന് ഞാൻ പറയും. നിങ്ങൾക്ക് 100% വിശ്വാസമുണ്ടെങ്കിൽ എനിക്ക് 150% വിശ്വാസം. നിങ്ങൾക്ക് 200% വിശ്വാസമുണ്ടെങ്കിൽ എനിക്ക് 250% വിശ്വാസം ഉണ്ടായേ പറ്റുള്ളൂ. കാരണം എൻ്റെ കർത്താവ് ഇത്രമേൽ കൃപകളും അനുഗ്രഹങ്ങളും ചൊരിഞ്ഞ് എന്നെ മാറ്റി നിർത്തി എൻ്റെ ബലഹീനതകളിൽ ഞാൻ തളർന്നു വീഴാൻ പോയ സാഹചര്യങ്ങളിൽ താങ്ങി നടത്തി എന്നെ ഇവിടം വരെ എത്തിച്ചിരിക്കുകയാണ്. അവന് വേണ്ടി മാറ്റി നിർത്തിയിരിക്കുകയാണ്. ഇത്രയേറെ ജനങ്ങളുള്ളതിൽ ഇത്രയും മിനിമം നമ്പർ വൈദികരുള്ളതിൽ ഒരാളായിട്ട് അവൻ എൻ്റെ വിശുദ്ധ അൽത്താരയിൽ കയറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ഓരോ ദിവസത്തെ ബലിയർപ്പണത്തിലും വിശ്വാസത്തിൻ്റെ ആഴത്തിലും പൂർണ്ണതയിലും വേണം ഞാനത് അർപ്പിക്കുവാനായിട്ട്. സക്കറിയായുടെ ജീവിതവും പരിശുദ്ധ അമ്മയുടെ ചോദ്യവും തമ്മിലുള്ള വ്യത്യാസം അത് തന്നെയാണ്. ഒരു പുരുഷായുസിന്റെ മുഴുവൻ പ്രാർത്ഥനയായിട്ട് ദൈവം തെരഞ്ഞെടുത്ത അതിവിശുദ്ധ സ്ഥലത്ത്
പ്രവേശിക്കുവാൻ അനുവാദം കൊടുത്തപ്പോൾ, ദൈവദർശനമുണ്ടായപ്പോൾ, ദൈവദൂതനെ കണ്ടപ്പോൾ താൻ നിൽക്കുന്ന സ്ഥലത്തെ പറ്റി മറന്നിട്ട് സംശയത്തോടെ സക്കറിയ ഒരു നിമിഷം നിന്നു പോവുകയാണ്. നിങ്ങൾ കുഞ്ഞുനാൾ മുതൽ സ്വീകരിച്ച കൂദാശകള്, വായിച്ച വചനങ്ങള്, കേട്ട വചനങ്ങള്, പങ്കെടുത്ത ദിവ്യബലികള്, കുമ്പസാരം നടത്തി നിങ്ങൾ സ്വീകരിച്ച കൃപകള്, ഇതെല്ലാം മറന്നുപോയിട്ട് എവിടെയെങ്കിലുമൊക്കെ സംശയത്തിന്റെ മുനകൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വന്ന പല അനുഗ്രഹങ്ങൾക്കും അത് തടസ്സമായിട്ട് മാറുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ എവിടെയെങ്കിലും കൃപകൾക്ക് തടസ്സമായിട്ട് എന്തെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിശ്വാസത്തിന്റെ മേഖലകളെ ഒന്നുകൂടി പരിശോധിക്കുക. അർപ്പിക്കുന്ന ബലികളിൽ പൂർണ്ണ ബോധ്യത്തോടെ, ആഴമായ ബോധ്യത്തോടെ, വിശ്വാസത്തോടെയാണോ ഞാൻ ബലിയർപ്പിച്ചത്? കൃത്യമായ ഒരുക്കത്തോടെയാണോ ഞാൻ ബലിയർപ്പിച്ചത്? ചില മൂകതകള് എൻ്റെ കുടുംബത്തിലേക്ക്, എൻ്റെ വ്യക്തി ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ടുണ്ടെങ്കിൽ പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്, ഒരുക്കത്തോടു കൂടി അല്ലാതെ ഈ അപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുമ്പോൾ നിങ്ങൾ നിങ്ങൾക്കുള്ള ശിക്ഷാവിധിയാണ് സ്വീകരിക്കുക എന്ന് പറയുന്നത്. ചിലരെങ്കിലും മരിച്ചുപോയതിനും കാരണം അതാണെന്ന് പൗലോസ്ലീഹ പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരുക്കമില്ലാതെ ഈ അപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്യുന്നതിൻ്റെ പേരിൽ. അപ്പോൾ ഒരുങ്ങി, കുമ്പസാരിച്ചു, ഒരുങ്ങി വിശുദ്ധിയോടുകൂടി ആഗ്രഹിച്ച് നിങ്ങൾ പ്രാർത്ഥിച്ച് ചോദിച്ചാൽ തമ്പുരാൻ ഈ ബലിമധ്യേ തന്നെ നിങ്ങളിലേക്ക് കൃപ അനന്തമായിട്ട് വർഷിക്കും. ഈശോയുടെ ജീവിത ബലിയിൽ മുഴുവൻ കൂടെ നിന്ന പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, അപ്പോൾ ബോധ്യം നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടതാണ്, വിശ്വാസം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കിട്ടിയാൽ കിട്ടി എന്നുള്ള ചിന്താഗതിയിൽ നമ്മൾ ചോദിക്കുമ്പോഴാണ് പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്, കയ്യിലുള്ളതും കൂടി നഷ്ടപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുക. സക്കറിയ അത്രയും ആഗ്രഹിച്ചു കയറി, അത്രയും ഒരുങ്ങി കാത്തിരുന്നിട്ട് പോലും സക്കറിയായ്ക്ക് ദൈവസാന്നിധ്യത്തെ തിരിച്ചറിയാൻ പറ്റാതെ പോയി, ദൈവത്തിന്റെ അരുളപ്പാടിനെ, വെളിപ്പെടുത്തലിനെ മനസ്സിലാക്കാൻ പറ്റാതെ പോയി. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ വേണ്ടി, നമ്മൾ ദുർബലരാണ്, പാപികളാണ്, ബലഹീനരാണ്, പലപ്പോഴും വീഴ്ചകൾ സംഭവിക്കുന്നവരാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മുടെ കുറവുകളെ പറ്റി ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇന്ന് നമ്മൾ ഈ ശുശ്രൂഷയ്ക്ക് ശേഷം വിശുദ്ധ ബലി അർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. വിശുദ്ധ കുർബാനയിലൂടെ ഈശോ നമ്മളിലേക്ക് കടന്നു വരുമ്പോൾ അത് ആഴമായ ബോധ്യത്തിൽ, വിശ്വാസത്തിൽ സ്വീകരിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഞാൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു ദിവ്യബലി അർപ്പിക്കുവാൻ വേണ്ടി കയറുന്നതിന് മുമ്പ് ഒരു മനുഷ്യൻ ഓടി എൻ്റെ അടുക്കിലേക്ക് വന്നു. ഞാൻ തിരുവസ്ത്രങ്ങൾ അണിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ആ മനുഷ്യനോട് വന്നിട്ട് പറഞ്ഞു, വളരെ ഷാബിയായിട്ടുള്ള ലുക്കുള്ള ഒരു മനുഷ്യൻ, നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും, കുളിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി ഭയങ്കര നിരാശനായിട്ട്, വിഷമിച്ച്, സങ്കടപ്പെട്ട് വന്നിരിക്കുകയാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, അച്ഛാ, ഇന്ന് കാസയിലേക്ക് അച്ഛൻ വെള്ളം ഒഴിക്കുമ്പോൾ ഒരു തുള്ളി വെള്ളവും കൂടി കൂടുതൽ ഒഴിക്കണം, ഒരു തുള്ളി വെള്ളവും കൂടി കൂടുതൽ ഒഴിക്കണം. ഞാൻ അദ്ദേഹത്തോട് മറ്റു കാര്യങ്ങളൊന്നും ചോദിച്ചില്ല. ഞാൻ പറഞ്ഞു, അതൊഴിക്കാം, ഞാൻ പ്രാർത്ഥിക്കാം. ഇനി ഒരു തുള്ളി വെള്ളവും കൂടി കൂടുതൽ ഒഴിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതിൻ്റെ നൈയാമികമായിട്ടുള്ള വശങ്ങളിലെ ലിറ്റർജി, ആരാധനാപരമായിട്ടുള്ള വശങ്ങളെക്കുറിച്ചൊന്നും ഞാൻ ചിന്തിക്കുന്നില്ല. കർത്താവിൻ്റെ തിരുവിലാവിൽ നിന്നൊഴുകിയ വെള്ളത്തെ പ്രതിനിധാനം ചെയ്തുകൊണ്ട് ആ കാസയിലേക്ക് വെള്ളം ഒഴിക്കുമ്പോൾ ഞാൻ ഈ മനുഷ്യനെയും കൂടി ഓർത്തിട്ട് ഈ ഒരു തുള്ളി വെള്ളവും കൂടി ഒഴിച്ച് ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. പിന്നീട് 3 മാസങ്ങൾക്ക് ശേഷം ഒരു വ്യക്തി എന്നെ കാണാൻ വരികയാണ്. വളരെ സ്മാർട്ടായിട്ട്, നല്ല വൃത്തിയായിട്ട്, ഭംഗിയായിട്ട്, തടി മുടിയൊക്കെ വെട്ടി നല്ല നീറ്റായിട്ടുള്ളൊരു മനുഷ്യൻ. എന്നോട് ചോദിച്ചു, അറിയുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അറിയില്ല. കണ്ടു പറഞ്ഞു, അച്ഛാ, 3 മാസങ്ങൾക്ക് മുമ്പ് അച്ഛൻ്റെ അടുത്ത് വന്ന് അച്ഛൻ കുർബാന ചൊല്ലാൻ കയറുന്നതിന് മുമ്പ് ഒരു തുള്ളി വെള്ളവും കൂടി ഒഴിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞയാളാണ് ഞാൻ. അന്നെൻ്റെ അവസാനത്തെ ബലിയർപ്പണമായിട്ടാണ് ഞാൻ കടന്നു വന്നത്. ആ ബലിയർപ്പണത്തെ എൻ്റെ അവസാനത്തെ ബലിയായിട്ടാണ് ഞാൻ കണ്ടത്. കടബാധ്യത കൊണ്ട് പൊറുതിമുട്ടിയിട്ട് ആത്മഹത്യ ചെയ്യാൻ ഉറപ്പിച്ച് കടന്നു വന്നൊരു മനുഷ്യനായിരുന്നു അത്. ഈ ഒരു തുള്ളി വെള്ളവും കൂടി ഒഴിച്ച് പ്രാർത്ഥിക്കാവോ എന്ന് അദ്ദേഹം എന്നോട് ചോദിക്കുമ്പോൾ ഈ കടബാധ്യത മുഴുവൻ ആ ഒരു തുള്ളി വെള്ളത്തിൽ തമ്പുരാൻ മാറ്റിക്കൊടുത്തു എന്നല്ല, ആ കടബാധ്യതയിൽ നിന്ന് കരകയറുവാനുള്ള വഴി തമ്പുരാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ 5 വർഷങ്ങൾക്ക് ശേഷം സുന്ദരമായിട്ട് ബിസിനസ് ചെയ്ത് എല്ലാ കടബാധ്യതകളും മാറ്റി അനേകർക്ക് അനുഗ്രഹമായിട്ട് അദ്ദേഹം ജീവിക്കുന്നുണ്ട്. പലപ്പോഴും ദശാംശവുമായിട്ട് എൻ്റെ അടുത്ത് വരാറുണ്ട്, അച്ഛനിത് അർഹിക്കുന്നവർക്ക് കൊടുക്കണം. ഏതെങ്കിലുമൊക്കെ കടബാധ്യതയിൽ ദുരിതമനുഭവിക്കുന്ന, വേദനിക്കുന്നവർക്ക് അച്ഛനിത് പങ്കുവെച്ചു കൊടുക്കണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വരാറുള്ളൂ. ഒരു തുള്ളി വെള്ളം മാറ്റിമറിച്ച
ജീവിതത്തിൻ്റെ വലിയ കഥയാണ് ഇത്. ഞാൻ പല വേദികളിൽ പങ്കുവെച്ചപ്പോൾ വലിയ ക്യാൻസർ രോഗബാധിതരായ മനുഷ്യർ പോലും, വൈദ്യശാസ്ത്രം കൈവിട്ട മനുഷ്യർ പോലും ഈ ബലിമധ്യേ തങ്ങളുടെ ജീവിതത്തിന്റെ സർവവും ഈ കാസയിൽ, ഈ പീലാസയിൽ ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ അനുഗ്രഹത്തിന്റെ വലിയ അത്ഭുതങ്ങൾ ദർശിച്ചിട്ടുണ്ട്. പഴയ നിയമത്തിലെ സങ്കീർത്തനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്, എൻ്റെ കണ്ണുനീർ കണങ്ങൾ അവിടുന്ന് കുപ്പിയിൽ ശേഖരിച്ചു എന്ന. ഈ പുതിയ നിയമത്തില് നിന്റെ കണ്ണുനീർ കണങ്ങൾ ശേഖരിക്കുന്ന കുപ്പിയാണ് കാസ. ഈ ഒരു തുള്ളി വെള്ളവും കൂടി ഒഴിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് പറഞ്ഞ് ഇന്ന് പലരും എൻ്റെ അടുക്കൽ വരാറുണ്ട്. ബലിയർപ്പിക്കാൻ കയറുന്നതിന് മുമ്പ് നിരന്തരമായിട്ട് എൻ്റെ ഹോസ്റ്റലിലെ കുഞ്ഞുങ്ങൾ സ്ഥിരമായിട്ട് വരാറുണ്ട്. അവരുടെ പപ്പായിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ഇന്നത്തെ പരീക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങൾ അവരുടെ വിശ്വാസത്തിൻ്റെ ആഴമാണ്. അവർ നോക്കിയിരിക്കും, അച്ഛൻ ഇത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ടോ, അച്ഛൻ ഈ ഒരു തുള്ളി വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ടോ. ഞാൻ ചിലപ്പോഴെങ്കിലും തമാശനൊക്കെ പറയും, ഒരു തുള്ളി വെള്ളം നല്ല വിലയുള്ളതാണ്, എനിക്ക് ഇത്ര രൂപ തരണം എന്നൊക്കെ പറയും, എന്നാലേ ഒഴിക്കുള്ളൂ എന്നൊക്കെ ഞാൻ പറയും. പക്ഷെ അത് കുഞ്ഞുങ്ങളുടെ നിഷ്കളങ്കമായ വിശ്വാസമാണ്. അവർ വന്നിട്ട് പറയും, അച്ഛൻ ഇതും കൂടി ഒഴിച്ച് എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. നിങ്ങൾ അങ്ങനെയൊന്ന് പ്രാർത്ഥിച്ചു നോക്കിക്കോ. നിങ്ങൾ ആഗ്രഹിക്കുന്നതിനും അപ്പുറത്തേക്ക് തമ്പുരാൻ നിങ്ങളെ കൊണ്ടുപോകും. അനുഗ്രഹങ്ങൾ കൊണ്ട് നിങ്ങളെ നിറയ്ക്കും. ആ വിശ്വാസത്തിന്റെ ബോധ്യം പലപ്പോഴും ബലിയർപ്പണ സമയങ്ങളിൽ നമുക്ക് ആ പൂർണ്ണമായ ബോധ്യത്തോടെ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കാനായിട്ട് നമുക്ക് സാധിക്കാതെ പോകുന്നുണ്ട്. പലപ്പോഴും നമ്മൾ ഇടറിപ്പോകുന്നുണ്ട്, പലപ്പോഴും നമ്മൾ പതറിപ്പോകുന്നുണ്ട്. ഇന്ന് ബലിപീഠത്തിൽ നമ്മൾ അർപ്പിക്കുന്ന ബലികളിൽ ശ്രദ്ധ കിട്ടാതെ പോകുന്നുണ്ട്, പൂർണ്ണതയോടെ അർപ്പിക്കാൻ പറ്റാതെ പോകുന്നുണ്ട്. പലപ്പോഴും ബലിയർപ്പണങ്ങളിൽ നമ്മൾ താമസിച്ചു വരുന്നു, ഇടയ്ക്ക് നമ്മുടെ ശ്രദ്ധ മാറിപ്പോകുന്നുണ്ട്, അല്ലെങ്കിൽ കൃത്യമായ നിയോഗത്തോടെ നമ്മൾ ബലിയർപ്പിക്കാതെയൊക്കെ ഇരിക്കുന്നുണ്ട്. ഈ ഒരു തുള്ളി വെള്ളത്തിൻ്റെ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ ആ മനുഷ്യൻ ഇന്ന് ഈ രാത്രി നിങ്ങളോട് പഠിപ്പിച്ചു തരുന്നുണ്ട്. ജീവിതം അവസാനിപ്പിച്ചേക്കാം, ഇനി മുന്നോട്ടില്ല എന്ന് കരുതി വരുന്നിടത്താണ് ഈ ഒരു തുള്ളി വെള്ളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ കർത്താവിൻ്റെ തിരുരക്തവുമായി കലർത്തപ്പെട്ടപ്പോഴാണ്. ആ വെള്ളം അദ്ദേഹത്തിൻ്റെ ജീവരക്തവുമായിട്ട് കലർത്തപ്പെടുകയാണ് വിശുദ്ധ കുർബാന സ്വീകരണ സമയത്ത്. തൻ്റെ തീരുമാനങ്ങളെല്ലാം മാറ്റിക്കൊണ്ട് തൻ്റെ മുന്നിൽ പുതിയതായിട്ട് വഴികൾ വെട്ടിത്തുറക്കുന്ന വലിയ അനുഭവത്തിലേക്ക് ആ മനുഷ്യനെ ദൈവം കൊണ്ടുപോവുകയാണ്. തൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്നവർക്ക് എന്നും അനുഗ്രഹങ്ങൾ നൽകുന്ന തമ്പുരാൻ്റെ വലിയ സ്നേഹം ഈ ബലിമധ്യേ ആ മനുഷ്യൻ തിരിച്ചറിയുകയാണ്. നമുക്ക് വലതുകരം ഉയർത്തി പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇടതുകരം ഉയർത്തി പറയാം, യേശുവേ ആരാധന, യേശുവേ സ്തുതി, യേശുവേ ആരാധന, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച് ഈ ബലിയർപ്പണ സമയങ്ങളിൽ നമുക്ക് വന്നു പോയിട്ടുള്ള എല്ലാ കുറവുകളെയും ബലഹീനതകളെയും ഓർത്ത് മാപ്പി ചോദിക്കാം. ഒരുക്കമില്ലാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്ത്, വിശ്വാസമില്ലാതെ വിശുദ്ധ കുർബാന സ്വീകരിച്ച സമയങ്ങൾ, കുമ്പസാരിച്ചൊരുങ്ങാതെ പാപത്തോടു കൂടി മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് കരുതിക്കൊണ്ട് ഒരുക്കമില്ലാതെ കുർബാനയിൽ പങ്കെടുത്ത സമയങ്ങളെ ഓർത്ത് നമുക്ക് മാപ്പി ചോദിക്കാം. കർത്താവേ, നിന്നിൽ നിന്ന് കിട്ടേണ്ട അനുഗ്രഹങ്ങൾ പൂർണ്ണതയോടെ സ്വീകരിക്കാതെ പോയ സമയങ്ങളെ ഓർത്ത് ഞങ്ങൾ മാപ്പി ചോദിക്കുന്നു. നമുക്ക് ഈ നിമിഷം കിട്ടിയ കൃപകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, ഈശോ നമ്മുടെ മേൽ വർഷിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ട്, വന്നുപോയ കുറവുകളെയും ബലഹീനതകളെയും ഓർത്ത് മാപ്പി ചോദിച്ചുകൊണ്ട്, എണ്ണമേറും പാപത്താൽ ഭാരമേറും ജീവിതം എന്ന ഗാനം പാടി കരുണ തോന്നണമേ, എന്നിൽ അലിവ് തോന്നണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നമുക്ക് യാചിക്കാം. ഏതെങ്കിലുമൊക്കെ ബലിയർപ്പണ സമയങ്ങളിൽ വിശ്വാസത്തിൻ്റെ മേഖലകളിൽ കുറവ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഈ നിമിഷം നമുക്ക് ആത്മാർത്ഥമായിട്ട് തമ്പുരാൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ വിട്ടുകൊടുക്കാം. എല്ലാ ബലഹീനതകളെയും ഒരിക്കൽ കൂടി സമർപ്പിച്ചുകൊണ്ട്, ഇന്നേ ദിനത്തിൻ്റെ കടന്നു വരുന്ന മണിക്കൂറുകളിൽ ഞാൻ അർപ്പിക്കുന്ന ബലിയിലൂടെ, നിന്റെ തിരുശരീര രക്തങ്ങളിലൂടെ ഈശോയെ എൻ്റെ കുറവുകളെ എടുത്തു മാറ്റണമേ, എൻ്റെ ബലഹീനതകളെ എടുത്തു മാറ്റണമേ എന്ന് ഏറ്റവും ആത്മാർത്ഥമായിട്ട് പാടി പ്രാർത്ഥിക്കാം. സാരമെന്ന കുദാശയിൽ നിന്ന് അകന്ന് ജീവിക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് സമർപ്പിക്കാം. കുമ്പസാരം എന്ന കുദാശയിലൂടെ ലഭിക്കേണ്ട വലിയ കൃപകൾ, വലിയ അനുഗ്രഹങ്ങൾ വർഷങ്ങളായിട്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുള്ള മക്കളുണ്ട്, മാസങ്ങളായിട്ട് നഷ്ടപ്പെടുത്തി കളഞ്ഞിട്ടുള്ള മക്കളുണ്ട്. നമ്മുടെ എല്ലാ പ്രിയപ്പെട്ടവരെയും വിദേശ രാജ്യങ്ങളിൽ പഠനത്തിനും ജോലിക്കുമായി പോയിരിക്കുന്ന മക്കളുണ്ട്. അവരിൽ പലരും കുദാശകളിൽ നിന്ന് അകന്ന് ജീവിക്കുന്നവരുണ്ട്, കുദാശകളുടെ കൃപാവരത്തിൽ നിന്ന് മാറിപ്പോയവരുണ്ട്.
ആ മക്കളെല്ലാം സമർപ്പിച്ചുകൊണ്ട് ഇരുകരങ്ങളും വിശുദ്ധ അൽത്താരയിലേക്ക് നീട്ടിപ്പിടിച്ചുകൊണ്ട് അവർ ലോകത്തിൻ്റെ ഏത് കോണിലായാലും അവരിലേക്ക് കരുണ വർഷിക്കണമെന്ന് യാചിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നമുക്ക് പാടി പ്രാർത്ഥിക്കാം. അതിർത്തികളിന്മേലും ഈശോയുടെ ദൂതന്മാരുടെ കാവലുണ്ടാകുവാനായിട്ട്, നമ്മുടെ ഭവനത്തിൻ്റെ നടുമുറ്റത്ത് അവിടുത്തെ വിശുദ്ധ കുരിശ് നാട്ടപ്പെടുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട്, നമ്മുടെ ഭവനത്തിൻ്റെ പ്രധാന വാതിക്കൽ വിശുദ്ധ കുരിശിനാൽ അടയാളപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട്, കുഞ്ഞാടിൻ്റെ രക്തം കട്ടിലപ്പടിയിന്മേൽ തളിക്കപ്പെട്ടപ്പോൾ സംഹാരദൂതൻ അകന്നു പോയതുപോലെ ഈശോയുടെ തിരുരക്തത്താൽ വിശുദ്ധീകരിക്കപ്പെട്ട നമ്മുടെ ഹൃദയവും ശരീരവും മനസ്സും എല്ലാം നമ്മുടെ ആ ഭവനത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഭവനം മുഴുവൻ വിശുദ്ധീകരിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ വിശുദ്ധ ബലിയിലൂടെ നാം സ്വീകരിക്കുന്ന ഈശോയുടെ തിരുശരീര രക്തങ്ങളാൽ നാം പൂർണ്ണമായും വിശുദ്ധീകരിക്കപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട്, ഏതെങ്കിലുമൊക്കെ തരത്തിലുള്ള ബന്ധനങ്ങളും അസ്വസ്ഥതകളും നമ്മുടെ ഭവനവുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ ഈ നിമിഷം മാറിപ്പോകുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട്, ഭവനത്തെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട്, നമ്മുടെ അയൽക്കാരെ പൂർണ്ണമായി സമർപ്പിച്ചുകൊണ്ട്, ഭവനത്തിൻ്റെ സ്ഥലത്തിൻ്റെ എല്ലാ അതിർത്തികളെയും സമർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇരുകരങ്ങൾ നീട്ടിപ്പിടിച്ച് ഒരിക്കൽ കൂടി പാടി പ്രാർത്ഥിക്കാം. രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അവൻ്റേത് മാത്രമാണെന്ന് നമുക്ക് ഏറ്റുപറയാം. സകല തിന്മയുടെ ശക്തികളുടെ മേലും അവൻ്റെ അധികാരം നമുക്ക് ഏറ്റുപറയാം. അവൻ്റെ തിരുശരീര രക്തങ്ങളിലൂടെ നൽകുന്ന വലിയ സംരക്ഷണത്തിൻ്റെ കവചം, നരകസർപ്പത്തിൻ്റെ തലയെ തകർത്ത പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിലൂടെ സകല തിന്മകളുടെ മേലും ആധിപത്യം സ്ഥാപിക്കുവാനായിട്ട് ഈശോ നമ്മളെ സഹായിക്കട്ടെ. ലോകത്തിൻ്റെ ഏത് കോണിലായിരുന്നാലും അവിടെ ആയിരിക്കുന്ന നമ്മുടെ മക്കളുടെ മേൽ മനസ്സുകൊണ്ട്, ഹൃദയം കൊണ്ട് വിശുദ്ധ കുരിശിനാൽ അവരെ നമുക്ക് മുദ്രിതരാക്കാം. അവരുടെ മേൽ ഈശോയുടെ വലിയ കൃപയൊഴുകി ഇറങ്ങുവാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് വിശുദ്ധ കുരിശ് അവർ എവിടെയായിരുന്നാലും അവരുടെ തിരുനെറ്റിയിൽ മുദ്രിതമാക്കപ്പെടുവാനായിട്ട്, അവർ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ, പഠിക്കുന്ന സ്ഥലങ്ങളിൽ, അവർ താമസിക്കുന്ന ഇടങ്ങളിൽ വിശുദ്ധ കുരിശിൻ്റെ വലിയ കൃപയും അഭിഷേകവും നിറയപ്പെടുവാനായിട്ട് ആഗ്രഹിച്ച് അവരെ നമുക്ക് മുദ്രിതമാക്കാം. നാമുമായി ബന്ധപ്പെട്ട എല്ലാ വ്യക്തികളെയും ഈശോയുടെ വിശുദ്ധ കുരിശിനാൽ നമുക്ക് മുദ്രിതമാക്കുകയും ചെയ്യാം. കുമ്പസാരത്തിൽ നകന്ന് ജീവിക്കുന്ന മക്കളുണ്ടെങ്കിൽ പാപത്തെ തിരിച്ചറിഞ്ഞ് പാപത്തെ ഉപേക്ഷിച്ച് പാപബോധവും പശ്ചാത്താപവും കൊടുത്ത് അവരെ നിറയ്ക്കണമെന്ന് ആത്മാർത്ഥമായിട്ട് യാചിക്കാം. എലീശ പ്രാർത്ഥിച്ചതുപോലെ ഈ രാത്രിയുടെ യാമങ്ങളിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവിന് വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് വലതുകരം ഉയർത്തി നമുക്ക് പറയാം: അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കട്ടെ. അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കട്ടെ. അങ്ങയുടെ ആത്മാവിൻ്റെ ഇരട്ടി പങ്ക് എനിക്ക് ലഭിക്കട്ടെ. നമുക്ക് ശാന്തമായിരിക്കാം.
സങ്കീർത്തനങ്ങൾ 84:3 നാം ഇപ്രകാരം വായിക്കുന്നുണ്ട്. എൻ്റെ രാജാവും ദൈവവുമായ സൈന്യങ്ങളെ കർത്താവേ, കുരുകിൽ പക്ഷി ഒരു സങ്കേതവും മീവൽ പക്ഷി കുഞ്ഞിനൊരു കൂടും അങ്ങയുടെ ബലിപീഠത്തിൽ കണ്ടെത്തുന്നുവല്ലോ. കുരുകിൽ പക്ഷി ഒരു സങ്കേതവും മീവൽ പക്ഷി തൻ്റെ കുഞ്ഞിനൊരു കൂടും അങ്ങയുടെ ബലിപീഠത്തിൽ കണ്ടെത്തുന്നുവല്ലോ. നമ്മുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഈ ബലിപീഠത്തോട് ചേർത്ത് നിർത്തുവാനായിട്ട് നമുക്ക് എത്രമാത്രം സാധിക്കുന്നുവോ അതിനനുസരിച്ച് അവരുടെ ജീവിതവും സംരക്ഷിക്കപ്പെടും. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നമ്മുടെ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ, ബലിയർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത് നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കുഞ്ഞുങ്ങൾക്കുമൊക്കെ ഒരു കൃപയായിട്ട് മാറുവാനായിട്ട്, ഒരു അനുഗ്രഹമായിട്ട് മാറുവാനായിട്ട്, താൻ കുഞ്ഞുങ്ങളെ ബലിപീഠത്തോട് ചേർത്ത് വളർത്തിയ മീവൽ പക്ഷിയെ പോലെ, കുരുകിൽ പക്ഷിയെ പോലെ സങ്കീർത്തകൻ പ്രാർത്ഥിക്കുന്നത് പോലെ. കാരണം നമ്മുടെ കുഞ്ഞുങ്ങളെ കൊത്തിക്കൊണ്ട് പോകുവാനായിട്ട്, വഴിതെറ്റിച്ചു കൊണ്ട് പോകുവാനായിട്ട് തിന്മയുടെ ശക്തി എല്ലാ രീതിയിലും പരിശ്രമിക്കുന്നുണ്ട്. സിറോ മലബാർ സഭയുടെ മരണാനന്തര ചടങ്ങുകളിൽ, മരിച്ചടക്കിൻ്റെ കർമ്മങ്ങൾക്കിടയിൽ അല്ലെങ്കിൽ വലിയ പീസ് പാടുന്ന സമയത്ത് ഒരു ഗീതം പാടുന്നുണ്ട്. അത് നിങ്ങളിൽ കുറച്ച് പേരെങ്കിലും കേട്ടിട്ടുണ്ടാവും, നിങ്ങൾക്കറിയാമായിരിക്കും, നിങ്ങൾ പാടിയിട്ടുണ്ടാവും. ബലിപീഠത്തിൽ കൂട് ചമയ്ക്കും, കേട്ടിട്ടുണ്ടാവും. ബലിപീഠത്തിൽ കൂടു ചമയ്ക്കും പ്രാവുകണക്കെ തിരുസഭ നിൽപ്പൂ, കൂടു തകർത്ത പ്രാക്കളയില്ല, കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു, കർത്താവേ ദിവ്യ നിണത്ത നേടിയ സഭയെ കൈവെടിയല്ലേ. ബലിപീഠത്തിൽ കൂട് ചമയ്ക്കും പ്രാവ് കണക്കെ തിരുസഭ നിൽപ്പു, കൂട് തകർത്ത പ്രാക്കളെയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു. ഇന്ന് തിന്മയുടെ ശക്തി നമ്മുടെ കുഞ്ഞുങ്ങളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ വട്ടമിട്ട് പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. സഭയിലുണ്ടാകുന്ന എല്ലാ പ്രതിസന്ധികളും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഉതപ്പിന് കാരണമായിട്ട് മാറുമ്പോൾ പലപ്പോഴും നമ്മുടെ വിശ്വാസത്തെയും നമ്മുടെ പ്രാർത്ഥനകളെയും ചോദ്യം ചെയ്യപ്പെടുന്നതായിട്ട് മാറുമ്പോൾ തിന്മയുടെ ശക്തി വിജയം വരിക്കാനായിട്ടുള്ള എല്ലാ സാധ്യതകളെയും, കൂട് തകർത്ത പ്രാക്കളെയെല്ലാം കുരുതി കഴിക്കാൻ സർപ്പമണഞ്ഞു. ഈ സർപ്പം, ഈ തിന്മയുടെ ശക്തി നമ്മുടെയൊക്കെ ജീവിതങ്ങളിലേക്ക്, കുടുംബജീവിതങ്ങളിലേക്ക്, വ്യക്തി ജീവിതങ്ങളിലേക്ക്, സഭാതലങ്ങളിലേക്ക് ഇഴഞ്ഞു കയറി തുടങ്ങിയിട്ടുണ്ട്. ഈ നരകസർപ്പത്തിന്റെ തല തകർത്തവളായ പരിശുദ്ധ അമ്മയുടെ പ്രത്യേക മാധ്യസ്ഥം നമ്മുടെ ഭവനങ്ങളിൽ ഈ തിന്മയുടെ ശക്തി കടന്നു വരുമ്പോൾ ജപമാല എന്ന് നമ്മുടെ ഭവനങ്ങളിൽ കുറഞ്ഞു തുടങ്ങിയോ അതിനനുസരിച്ച് തിന്മയുടെ ശക്തിയും കടന്നു വരും. നേരത്തെ നമ്മുടെ ഭവനങ്ങളിലൊക്കെ എന്നും വൈകുന്നേരങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനയുടെ അലയൊലികൾ നമ്മൾ കേൾക്കുമായിരുന്നു. ജപമാല നിശ്ചിതമായിട്ടും ചൊല്ലപ്പെടുമായിരുന്നു. തിരുവചനം കൃത്യമായിട്ട് വായിക്കപ്പെടുമായിരുന്നു. നമുക്ക് ആത്മശോധന ചെയ്ത് നോക്കാം. എത്ര ഭവനങ്ങളിൽ ഇന്ന് പ്രാർത്ഥനകൾ, സന്ധ്യാപ്രാർത്ഥനകൾ കുറഞ്ഞു പോകുന്നുണ്ട്. സന്ധ്യാപ്രാർത്ഥനകൾ നിങ്ങളെല്ലാവരും ഒന്ന് കണ്ണടയ്ക്കാവോ? കണ്ണടച്ചിരിക്കുന്നവർ അതുപോലെ തന്നെ തുടരുക. കണ്ണ് തുറന്നിരുന്നവരെല്ലാവരും ഒന്ന് കണ്ണടച്ചേ. എല്ലാ ദിവസവും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത് കേട്ടോ, ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്. എല്ലാ ദിവസവും എൻ്റെ വീട്ടിൽ സന്ധ്യാപ്രാർത്ഥനയുണ്ട്, എന്തെങ്കിലുമൊക്കെ സാധ്യതയുണ്ടെങ്കിൽ സന്ധ്യാപ്രാർത്ഥന ഞാൻ മുടക്കാറില്ല എന്നുള്ളവർ മാത്രം ഒന്ന് ദൈവസന്നിധിയിൽ സത്യസന്ധമായിട്ട് കരങ്ങൾ ഉയർത്തിയേ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കരുത്, കൈതാത്തിക്കും. ദൈവാനുഗ്രഹത്താൽ ഇവിടെ ആയിരിക്കുന്ന ഒരു 70% പേരുടെ വീട്ടിലും സന്ധ്യാപ്രാർത്ഥനയുണ്ട്. ഇനി കണ്ണു തുറന്നു. ബാക്കി 30% പേരുടെ വീട്ടിലില്ല. മറ്റ് പല ദേവാലയങ്ങളിലൊക്കെ ധ്യാനങ്ങൾക്ക് നമ്മൾ കൈ ഉയർത്താനൊക്കെ പറയുമ്പോൾ പലപ്പോഴും അത് 30%, 40% കുറയാറുണ്ട്. 60% പേരുടെ വീട്ടിലും സന്ധ്യാപ്രാർത്ഥന ഇല്ല എന്നുള്ളതാണ്. കുരിശു വരയ്ക്കാത്ത ഭവനങ്ങൾ എന്നൊക്കെ നമ്മൾ പറയും. കുരിശു വരയ്ക്കുക എന്ന് വെറുതെ കുരിശു വരയ്ക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് വൈകുന്നേരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ജോലിയൊക്കെ കഴിഞ്ഞ് വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പുള്ള സമയങ്ങൾ തമ്പുരാന് വേണ്ടി മാറ്റിവെക്കുന്ന സമയങ്ങളാണ്. കുരിശു വരച്ച് നമ്മുടെ ജീവിതങ്ങളെ അടയാളപ്പെടുത്തുന്ന പ്രധാനപ്പെട്ട സമയങ്ങളാണ്. ഏതെങ്കിലുമൊക്കെ ഭവനങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനയുടെ കുറവുണ്ടെങ്കിൽ, ജപമാല ചൊല്ലാത്ത ദിനങ്ങളുണ്ടെങ്കിൽ അത് തുടങ്ങുവാനായിട്ട്, വചനം വായിക്കുന്നത് കൃത്യമായിട്ട് ആരംഭിക്കാനായിട്ട്, നമ്മുടെ മക്കളെ അതിനുവേണ്ടി പ്രോത്സാഹിപ്പിക്കാനുമായിട്ട് ദിവസത്തിൻ്റെ 24 മണിക്കൂറുകളിലെ കുറച്ച് സമയങ്ങളെങ്കിലും മാറ്റിവെക്കുവാനായിട്ട്
ഈശോയുടെ അനുഗ്രഹത്താൽ നമ്മുടെ ഭവനങ്ങൾ, കാരണം ആ പ്രാർത്ഥനകൾ ചൊല്ലപ്പെടുമ്പോൾ, വചനം വായിക്കപ്പെടുമ്പോൾ നമ്മുടെ ഭവനവും അതിനോട് ചേർന്ന അന്തരീക്ഷവും വിശുദ്ധീകരിക്കപ്പെടുക, തിന്മയുടെ ശക്തികളിൽ നിന്ന് മോചനം പ്രാപിക്കുക, തിന്മയുടെ ശക്തികളിൽ നിന്ന് വിടുതൽ ലഭിക്കുകയാണ്. അഭിഷേകത്തിൻ്റെ വേലി കെട്ടിക്കൊടുത്ത തമ്പുരാൻ്റെ കൃപ നമ്മുടെ ഭവനത്തിന് ചുറ്റും നിറയപ്പെടുകയാണ്. പഴയ നിയമത്തിൽ നാം കാണുന്നത് കുഞ്ഞാടിൻ്റെ രക്തം കട്ടിളപ്പടിയിന്മേൽ തളിക്കപ്പെടുമ്പോൾ സംഹാരദൂതൻ മാറിപ്പോകുമെന്ന്. ഈ പ്രാർത്ഥനയുടെ ചൈതന്യമുള്ളപ്പോൾ ഈശോയുടെ തിരുരക്തം ഹൃദയത്തിലും അധരത്തിലുമൊക്കെ ഏറ്റുവാങ്ങുന്ന നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് ഈ സംഹാരദൂതന്മാർ മാറിപ്പോകുന്ന വലിയ അനുഭവങ്ങൾ. അതുകൊണ്ട് നമ്മുടെ ഭവനങ്ങളിൽ ഈ വിശുദ്ധ കുരിശടയാളം വൈകുന്നേരങ്ങളിൽ കൃത്യമായിട്ട് വരച്ച് ജപമാലകൾ ചൊല്ലി തിരുവചനം വായിച്ച് ഈശോയ്ക്ക് വേണ്ടി മാറ്റി വയ്ക്കപ്പെടുന്ന നിമിഷങ്ങൾ ഉണ്ടാകുമെന്ന് ഉറപ്പുവരുത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, നമ്മുടെ കുടുംബജീവിതങ്ങളുടെ ബന്ധങ്ങളെ പൗത്രീകരിക്കുന്നത് ഇതുപോലെയുള്ള പ്രാർത്ഥനകളാണ്. പണ്ടുകാലങ്ങളിൽ നമ്മുടെ കാർന്നോന്മാരൊക്കെ കൃത്യമായിട്ട് ചെയ്തു വെച്ച പ്രാർത്ഥനകളുടെ പുണ്യങ്ങളാണ് ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന പല അനുഗ്രഹങ്ങളും, പല സമൃദ്ധിയും, പല ശാന്തതയും, സമാധാനവും, സ്വസ്ഥതയും ഒക്കെ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് വരും തലമുറയ്ക്കും ഇത് കൃത്യമായിട്ട് പകർന്നു കൊടുക്കണം. കാരണം തിരുസഭ നേരിടുന്ന വളരെയധികം പ്രതിസന്ധികളുണ്ട്. സിറ മലബാർ സഭയിൽ നടക്കുന്ന ആരാധനാക്രമവും വിശുദ്ധ ബലിയർപ്പണവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളുണ്ട്. അനേകരുടെ വിശ്വാസത്തിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട്, അനേകരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന പലരും പലതരത്തിലുള്ള വിപ്ലവകരമായ ചോദ്യങ്ങളുമായിട്ട് ഞങ്ങളുടെ മുമ്പിൽ വരാറുണ്ട്. മറുപടി കൊടുക്കാൻ പറ്റാത്ത, നമ്മുടെ യുവജനങ്ങളുടെ ചില ചോദ്യങ്ങൾക്ക് മുമ്പിൽ മറുപടി കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള സാധ്യതകളും സാഹചര്യങ്ങളൊക്കെ ഉടലെടുക്കുന്നുണ്ട്. അവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ സഭയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, അങ്ങയുടെ അമൂല്യമായ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടി ബലിയർപ്പിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. ഈ കൃപകളുടെ നിമിഷങ്ങളായിട്ട് ഈ ബലിയർപ്പണങ്ങൾ മാറണം. നമ്മുടെ യുവജനങ്ങൾ, നമ്മുടെ കൊച്ചുമക്കൾ, കുഞ്ഞുങ്ങളൊക്കെ ബലിയിൽ കൃപ കണ്ടെത്തുന്നവരായിട്ട്, ബലിയിൽ അനുഗ്രഹങ്ങൾ തേടിയെത്തുന്നവരായിട്ട് മാറണം. അവരെ തിന്മയുടെ ശക്തി പിടിച്ചുകൊണ്ട് പോകാതിരിക്കാനായിട്ട് ബലിപീഠത്തോട് ചേർന്ന് അവരെ വളർത്തുവാനായിട്ട്, അനുഗ്രഹങ്ങൾ നിറഞ്ഞ മക്കളായിട്ട് അവരെ മാറ്റുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഈ രാത്രിയുടെ യാമങ്ങളിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത നമുക്ക് നൽകപ്പെട്ട എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് നന്ദി പറയാം. തുടർന്ന് വരുന്ന പ്രാർത്ഥനകളിൽ വിശുദ്ധ ബലിയിൽ ഏറ്റവും ശ്രദ്ധയോടെ, ഏറ്റവും ഭക്തിയോടെ, ഏറ്റവും വിശുദ്ധിയോടെ, ഏറ്റവും ഒരുക്കത്തോടു കൂടി നമുക്ക് പങ്കെടുക്കുവാനായിട്ട് ഈശോ നമ്മളെ സഹായിക്കട്ടെ. ഈ ബലി നമ്മുടെ ജീവിതത്തിലെ ആദ്യ ബലി പോലെ, അന്ത്യബലി പോലെ, ഏകബലി പോലെ ഏറ്റവും ശ്രദ്ധയോടെ, ഏറ്റവും ഭക്തിയോടെ, ഏറ്റവും വിശുദ്ധിയോടെ, ആഗ്രഹത്തോടെ അർപ്പിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. ഒരു തുള്ളി വെള്ളവും കൂടി കാസയിലേക്ക് ഒഴിച്ചപ്പോൾ അതെൻ്റെ ജീവിതത്തിൻ്റെ ജീവരക്തമായിട്ട് മാറുമെന്ന ബോധ്യത്തിൽ പ്രാർത്ഥിച്ചപ്പോൾ അവസാനത്തെ ബലിയായിട്ട് കാണാൻ വന്ന ആ മനുഷ്യൻ അനേകർക്ക് പ്രചോദനമായിട്ട്, മാതൃകയായിട്ട് ജീവിക്കുന്നുണ്ട്.